Welcome to my channel. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ തേർഡ് പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പം കമൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ അപ്പോൾ തരുന്നുണ്ട്. എന്നാലും കൺഫ്യൂഷൻ ഉള്ളവർ നിങ്ങൾ കമൻസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റും. അപ്പം ഡൗട്ട് ഉള്ളവരൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടുകൊണ്ടു എന്താണ് മനസ്സിലാവാതെ. സോ അത് പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അടുത്ത കണ്ടൻറ്റിലേക്ക് പോവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വന്ന് അത് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ആറ്റോമിക് നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ Z ആണ്. Atomic number is represented by the symbol Z and mass number is represented by the letter A. കൺഫ്യൂഷൻസ് വന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം അറ്റോമിക് നമ്പർ, അതായത് ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അത് തന്നിരിക്കുന്നതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് Z എന്നും ആറ്റവും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൗ ടു ഫിൽ ദ ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഷെല്ല് നമുക്ക് ആദ്യം അറിയാം KLMNൽ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും അതിനൊരു റൂളുണ്ട്. 2n² ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പം നമ്മൾ പറയുന്നത് സബ്ഷെല്ലിൻ്റെ കോൺഫിഗറേഷനാണ്. അതിൽ നമ്മൾ പൊട്ടാസ്യം വരെ കഴിഞ്ഞിട്ട് നിർക്കുകയാണ്. ഇനിയുള്ള ഹയർ ആറ്റോമിക് നമ്പറിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറയാം. KLMN ഷെൽ, അതായത് 1, 2, 3, 4 ആണ്. K ഷെല്ലിൽ ഒരു സബ്ഷെല്ല് S, Lന് 2 സബ്ഷെല്ല് S and P, Mന് 3 സബ്ഷെൽ S, P, D ആൻഡ് Nനുള്ള സബ്ഷെൽ S, P, D, F. അപ്പം സബ്ഷെല്ലിൻ്റെ നമ്പറിൻ്റെ ബേസിസിലാണ് ഷെല്ലിൻ്റെ നമ്പറിൻ്റെ ബേസിസിലാണ് അവർക്ക് സബ്ഷെൽ ഉള്ളതെന്ന് പറഞ്ഞു. എസ്സിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇസ് 2 and the maximum number of electron that can be accommodated in P subshell is 6 and the maximum number of electron that can be accommodated in D is 10 and the maximum in F is 14. ഇത് എളുപ്പമാണ് കേട്ടോ ചിന്തിക്കാൻ. 2 ഈവൺ നമ്പേഴ്സ് അറിയാലോ. 2, 4, 6, 8, 10, 12, 14 ഇതാണല്ലോ നമ്മളിങ്ങനെ ഈവൺ നമ്പേഴ്സിൽ പഠിക്കുക. അപ്പോൾ അതിൽ ഒന്ന് നോക്കി നോക്കൂ. 2, 4 ഇല്ല, 6, 8 ഇല്ല, 10, 12 ഇല്ല, 14. അപ്പോൾ ഇനിയിപ്പോൾ അത് നോക്കൂ. 2 കഴിഞ്ഞിട്ട് 6, 10, 14 എസിൻ്റെ, പിൻ്റെ, ഡിൻ്റെ, എഫിൻ്റെ. ഇനിയിപ്പോൾ കൺഫ്യൂഷനുള്ള ആൾക്കാർ ഇങ്ങനെ പഠിച്ചോളൂ. കാരണം അധികം ആൾക്കാർ ഇതെങ്ങനെ ആലോചിക്കാം, ഇതെങ്ങനെ ഓർത്തെടുക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് എളുപ്പത്തിൽ ചിന്തിക്കാം. 2 എസ്സിൽ 2 ആണ്, പിന്നെ 4 ഇല്ല, 6, 8 ഇല്ല, 10, 14 എന്നിട്ട് ആലോചിച്ചോളൂ. S, P, D, F. So the maximum number of electron that can be accommodated in S subshell is 2, P subshell is 6, D subshell is 10 and F subshell is 14. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹയർ ആറ്റോമിക് നമ്പർ. നമ്മളിപ്പോൾ 19 വരെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് പൊട്ടാഷ്യം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടുഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കാൻഡിയം, SC. സ്കാൻഡിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് SC ആണ്. Z is equal to 21. Atomic number of scandium is 21. അപ്പം ഞാൻ പറഞ്ഞു ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ 21 ആണ് അവർ ഇലക്ട്രോണിൻ്റെ നമ്പറും. ഇനി നമ്മുടെ പണി എന്താ? ഇവർക്ക് ഫില്ല് ചെയ്യണം അല്ലേ? അപ്പം ഞാൻ ഫില്ല് ചെയ്യണേ. 1s2, 2s2, 2p6. ഇനി ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, കാരണം എസ്സിലെ മാക്സിമം 2 ആണ്. അപ്പോൾ നമ്മളിത് 21 ഇലക്ട്രോൺ ഉണ്ട്. 2 + 2 4, 4 + 6 10. ഇനിയും നമുക്ക് 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഞാൻ എന്തെഴുതും? 2p കഴിഞ്ഞാൽ 3s2, 3p6. നോക്കുക, 2, 4, 6, 18, 19, 20, 21 ഉണ്ട്. അപ്പം ഞാൻ എന്തെഴുതി വെച്ചാൽ 3d, 3s2, 3p6. ഇനി എത്രയാണ്? 2, 4, 6, 18, 19, 20, 21. 3d3 ഇത് എഴുതി, കോൺഫിഗറേഷൻ എഴുതി. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ ടീച്ചർ ഇങ്ങനെ ഒരു മാർക്ക് തരും. അതായത് ഇത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ ഇപ്പോൾ തെറ്റ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d. കാരണം 3ൽ 3 സബ്ഷെല്ലുണ്ട്. എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട്. അപ്പോഴാണ് നമ്മുടെ തിയറി. ഇത് നമ്മൾ എഴുതുന്നതാണോ? അല്ല. ഇലക്ട്രോൺസ് ഓരോ സബ്ഷെല്ലിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇലക്ട്രോൺസ് ആർ ഫിൽഡ്
according to the increasing order of their energy. എന്താണ്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ആദ്യം കുറവ് എനർജി ഉള്ളതിൽ കുറച്ച് ഇലക്ട്രോൺ വന്നിരിക്കും, പിന്നെ അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ അടുത്ത എനർജിയിലേക്ക് പോകും. അങ്ങനെ എനർജീനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയ ഇത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 3s അതായത് ഇപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. 1s ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ്, പിന്നെ 2sനാണ് എനർജി, പിന്നെ 2pക്ക്, പിന്നെ 3s, പിന്നെ 3p, പിന്നെ അവിടെ എനർജി വരുന്ന ആൾ ആരാ അറിയോ? 3s കഴിഞ്ഞാൽ 3dക്ക് അല്ല, 3dക്ക് ഇപ്പം നമുക്ക് അടുത്തറിയാം 3d കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 4s ആണ് വരാനുള്ളത്. 3d അതായത് 3p 3d കഴിഞ്ഞാൽ നമുക്കറിയാം 4s ആണ്. പക്ഷേ ഈ 3dനേക്കാളും കുറവ് എനർജി 4sനാണ്. അപ്പോൾ നിങ്ങളേക്ക് അതെന്താ അങ്ങനെ? നമ്മളിടുന്നതല്ല, അതാണ് ഷെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഷെൽസ് ചുറ്റും നിൽക്കുമ്പോൾ അതായത് അവരുടെ പാത്ത് അങ്ങനെയാണ്, അവരുടെ അറേഞ്ച്മെൻറ്റ് അല്ല അവരുടെ എനർജി അങ്ങനെയാണ്. ദാറ്റ് ഈസ് 1sന് ഏറ്റവും ലോവർ എനർജി, ദെൻ കം 2s, ദെൻ കം 2p, 3s, 3p, 4s. 4s കഴിഞ്ഞിട്ട് ആര് വരും? 3d. കണ്ടോ? 4s കഴിഞ്ഞിട്ട് 3d വരും. എന്നിട്ട് പിന്നെ ആരേ വരുള്ളൂ? 4p. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ഇത് കാണുമ്പോൾ തന്നെ ഈശ്വര ഇതെങ്ങനെ നമ്മൾ പഠിക്കും അല്ലേ? ഫുൾ കൺഫ്യൂഷൻ ആവുമോ? കൺഫ്യൂഷൻ ആവണ്ട, അതിനും ടെക്നിക്ക് ഉണ്ട്. സോ എപ്പം ഇവിടെ കോൺഫിഗറേഷൻ നോക്കുമ്പം 1s കറക്റ്റ്, 2s കുഴപ്പമില്ല, 2p, 3s, 3p. 3p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് ചാടുക? ഏറ്റവും കുറവ് എനർജിയുള്ള 4sൻ്റെ അടുത്തേക്കാണ് പോവുക. കാരണം 3p കഴിഞ്ഞ അടുത്ത 4s ആണ്. 3dക്ക് അതിനേക്കാളും എനർജി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് പറയും? അയ്യോ ഞാൻ 3dയിലേക്ക് ചാടില്ല, ബിക്കോസ് 3dക്ക് എനർജി കൂടുതലാണ്, എനിക്ക് അതിനേക്കാളും കുറഞ്ഞ എനർജിയുള്ള 4sലേക്കാണ് ഞാൻ പോവുക. അപ്പോൾ 4sൽ എത്ര ഇലക്ട്രോൺ വരെ മാക്സിമം ആണ്? 2 ഇലക്ട്രോൺ. അപ്പോൾ ഇനി ഒന്നുകൂടെ നോക്കി നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇപ്പം ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട്. കണ്ടോ? 2, 4, 6, 18, 19, 20. ആ ഒരു ഇലക്ട്രോൺ ഈ 4s ഫില്ലായല്ലോ. അപ്പം ഇനി ഇലക്ട്രോൺ എന്ത് പറയും? അതിന് അടുത്ത് എങ്ങോട്ടേക്ക് പോവും? തൊട്ടടുത്ത് 3ക്ക് ഒരു 3dയും കൂടെ ഉണ്ട്. അപ്പോൾ എവിടേക്കാണ് പോവുക? ഇത് 3dൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ള ഇലക്ട്രോൺസ് പോവും. എവിടേക്കാണ് പോവുക? 3dൻ്റെ അടുത്തേക്കാണ് ബാക്കിയുള്ള ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ബാക്കി എത്ര ഉണ്ട്? 2, 4, 6, 6, 3, 18, 20, 21. So the configuration is 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഇങ്ങനെയാണ് ഇത്. പക്ഷെ നമ്മൾ അതിനെങ്ങനെ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p6, 3d1. ഫ്രണ്ട്സിനെ എല്ലാവരും ഒരുമിച്ചാക്കി. എന്നിട്ട് എന്തെഴുതും? നമ്മൾ എഴുതുമ്പം ഇങ്ങനെ എഴുതണം. പക്ഷേ നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കണം, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി എനർജിയിലാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വേറൊരു തരത്തിലും ചോദിക്കാറുണ്ട്. 2, 8, 9, 2. സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2, 8, 9, 2 ആണ്. എന്തുകൊണ്ട്? വൈ ഇറ്റ് ഈസ് ഹാവിങ് എ കോൺഫിഗറേഷൻ ലൈക്ക് ദിസ്? നമ്മുടെ ഇപ്പം KLMN എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 2, 8, 10 ആയേ. നമുക്കറിയാം നെക്സ്റ്റിൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? 10 കഴിഞ്ഞു, അടുത്തതിൽ ബാക്കി എത്രയല്ലേ? ബാക്കി നമുക്കറിയാം 21 ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ 11 ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം Kയിൽ 2 ആണ്, Lൽ 8 ആണ്, 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തെഴുതും? നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺഫിഗറേഷൻ വന്നു എന്നുള്ളത്? Why it is having scanting is having this type of configuration? Because the electrons are filling in the increasing order of the energy. So after filling 3p, the electrons will fill in the fourth subshell or 4s orbital. It is because 4s is having an energy lesser than that of 3d. 3dനെക്കാട്ടും 4sനാണ് എനർജി കുറവ്. അവിടെ ഫില്ല് ചെയ്തിട്ട് 3dയിലേക്ക് പോകുള്ളൂ. നമ്മൾ കാണുമ്പോഴുള്ളൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതുന്നു. അതുകൊണ്ടാണ് സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? സോ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം നിങ്ങളോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സ്കാൻഡിയം ഇസ് ഹാവിങ് എ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2, 8, 9, 2.
Why it is not having an electronic configuration of 2, 8, 10? നമുക്കറിയാലോ K, L, M shell അല്ലേ? M ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺ വരെ കൊള്ളും. പക്ഷെ ഇവിടെ നോക്കൂ, 18 പകരം ഇവിടെ 9 എണ്ണം ഇട്ടിട്ട് ബാക്കി 2 ഇലക്ട്രോൺ എന്തുകൊണ്ട് N ഷെല്ലിലേക്ക് പോയി? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? It is because the electrons are filled according to the increasing order of the energy. എന്നിട്ട് നിങ്ങൾ ഈ ഒരു എനർജി ലെവൽ അങ്ങ് എഴുതിയേക്കുക. 1s. 1s is having lesser energy than 2s. Then comes 2p. Then comes 3s. Then comes 3p. After that 4s. Then 3d. Then 4p. അങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഇനിയുണ്ട് കേട്ടോ ഷെൽസ് നമുക്ക് കാണിക്കാതെ. അപ്പം അതാണ് ഇവിടെ ഞാനൊരു ഡയഗ്രാം പോലെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഗ്രാഫാണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എനർജി ലെവൽ ആൻഡ് ദി ഷെൽ. ഷെല്ലുകളും എനർജിയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കെ ഷെല്ലിൻ്റെ ഫസ്റ്റ് 1s ഏറ്റവും കുറവ്. ദെൻ കംസ് 2s 2p. 2sനേക്കാളും എനർജി 2pക്ക്. പിന്നെ 3sന് 3p കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീന് എന്നിൻ്റെ ഷെല്ലായ 4sനാണ് എനർജി കുറവ്. പിന്നെയാണ് 3d 4p. അപ്പോൾ അങ്ങനെയാണ് ഷെല്ലിൻ്റെ ആ എനർജി ബേസിസിൽ ഫില്ലിങ്. അതുപോലെ ഞാൻ പറഞ്ഞ 19 വരെ നമുക്ക് പ്രശ്നമില്ല. അതിന് ശേഷമുള്ള ഇലക്ട്രോണിക് ഫില്ലിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ ബൈ ഹാർട്ട് പഠിക്കും? നമുക്ക് ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ 1s 2s 2p 3s 3p വരെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ അങ്ങോട്ട് നമുക്കൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതെങ്ങനെ പഠിക്കും? അതിനും നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, എങ്ങനെ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന എനർജി പഠിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം 1s എഴുതി വയ്ക്കാം. ദെൻ 2s 2p. ദെൻ കം 3s 3p 3d. ദെൻ 4s 4p 4d 4f. 5s 5p 5d 6s 6p വരെ. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഡയഗണലായിട്ട് വരയ്ക്കുക. ഫസ്റ്റത്തെ ഡയഗണൽ പോയത് 1sൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ 1s ഫസ്റ്റ് എഴുതി. രണ്ടാമത്തെ എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഈ എവിടുന്ന് ആരോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് 2sന്ന്. അടുത്തത് 2s. പിന്നെ നമ്മുടെ ഈ അയാളിങ്ങനെ പോയിട്ട് ഈ ആരോ ഇങ്ങനെ പോയിട്ട് 2pൻ്റെ മുകളിൽ കൂടെ പോകും. 2pൻ്റെ മുകളിൽ കൂടെ മാത്രമല്ല പോകുന്നത് 3s 2p 3s. ഇനി വീണ്ടും ഈ ആരോ മുകളിലേക്ക് പോയിട്ട് ആരടുത്തുനിന്ന് പോകും? നെക്സ്റ്റ് ആയിട്ടുള്ള 3p. 3pൻ്റെ കൂടെ മാത്രമല്ല 4sലൂടെ 3p 4s. ഇനി ആരോ വീണ്ടും പോവും 3d 4p 5s 3d 4p 5s. വീണ്ടും പോയിട്ട് 4d. അത്ര വരെ നമുക്ക് മതി. 4d 5p 6s. ഇതാണ്, അത്ര മതി നമുക്ക് അത്രയ്ക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ളൂ. കണ്ടോ, ഇതന്നെയാണ് നമ്മുടെ എനർജി ലെവൽ. നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിനായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ സൈഡിൽ എഴുതിയത് 1s 2s 2p 3s 3p 4s 3d 4p 4s 4d 5p 6s. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല ഇത്രയും ഹയർ നമ്പർ. അതിനുള്ള ടെക്നിക്കും നമുക്കറിയാം. ഇനി അടുത്ത് നമ്മൾ നോക്കുക, ഹൗ വി വിൽ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ സ്കാൻഡിയം കഴിഞ്ഞു. ടൈറ്റാനിയം. അറ്റോമിക് നമ്പർ ഓഫ് ടൈറ്റാനിയം ഇസ് 22. ഇനി നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണല്ലോ. 1s2 2s2 2p6 3s2 3p6. ഇപ്പം നോക്കി നോക്കുക, 2 4 6 18 19 20 21 22 4 more electrons are there to be filled. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ 3Dയിലേക്ക് പോകരുത്. നമുക്കറിയാം 3p കഴിഞ്ഞാൽ 4s ആണ്. 4sൽ 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അപ്പോൾ 2 4 6 18 20 ഈ രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത ഏതിലേക്ക് പോകും? 3pൻ്റെ 3Dയിലേക്ക് പോയി. that is 3d2. Now how we will write the electronic configuration? 1s2 2s2 2p6 3s2 3p6
3d2 4s2 കണ്ടോ ഇത് ഫസ്റ്റ് ഷെൽ ഇത് സെക്കൻഡ് ഷെൽ ഇത് തേർഡ് ഷെൽ ഇത് ഫോർത്ത് ഷെൽ ഇനി ഇവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക 2 8 6 + 2 8 10 2 കണ്ടോ ഇങ്ങനെയാണ് ഇവരുടെ കോൺഫിഗറേഷൻ. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ടൈറ്റാനിയം കഴിഞ്ഞാൽ നെക്സ്റ്റ് കം സ്കാൻഡിയം, ടൈറ്റാനിയം ആൻഡ് വനേഡിയം. വനേഡിയം ദ അറ്റോമിക് നമ്പർ ഇസ് 23. അപ്പോൾ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6 പിന്നെ ഏതാ 4s2 2 4 6 18 20 and 3d3. So we can write 1s2 2s2 2p6 3s2 3p6 3d3 4s2 all the. അപ്പോൾ ഇത്രയും നേരം നമ്മളെങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നോക്കി. പക്ഷേ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തില്ലേ 1s2 2s2 2p6 ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം അല്ലേ? അത് കുറച്ച് ടഫല്ലേ. ഇപ്പം നമ്മൾ മോർ ദാൻ 30 40 ഉള്ള അറ്റോമിക് നമ്പർ വരുന്ന എലിമെൻസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എഴുതാൻ. അപ്പോൾ അതിന് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടൊരു ഫോമിൽ നമുക്ക് എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഒറിജിനൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് പിക്ചർ. യു ക്യാൻ സീ ഹിയർ. ഇതാണ് പീരിയോഡിക് ടേബിളിലെ ഇലക്ട്രോണിക്. ആദ്യം ഹൈഡ്രജൻ ഉണ്ടാവും, പിന്നെ ഹീലിയം. ലുക്ക് അറ്റ് ദ പീരിയോഡിക് ടേബിൾ ഞാൻ പിക്ചറിൽ തന്നിട്ടുണ്ട്. ദെൻ കംസ് ലിത്തിയം, ബേറിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പോൾ ഇനി നമ്മൾ നോക്കി ഇവരെങ്ങനെ ഇലക്ട്രോണിക് ആണ്. ഇതാണ് അറ്റോമിക് നമ്പർ 1 ആണ്, ഹീലിയം 2 ആണ്, ലിത്തിയം 3, ബെറീലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഇനി ഇവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഓരോന്നിൻ്റെതായിട്ട് എഴുതുന്നത് കേട്ടോ. അറ്റോമിക് നമ്പർ 3 ഉള്ള ലിത്തിയം 1s2 2s1. അറ്റോമിക് നമ്പർ 4 ഉള്ള ബെറീലിയം എന്ന 1s2 2s2. ബോറോണ്ടത് എന്ന് പറഞ്ഞാൽ 1s2 2s2 2p1. അടുത്തെന്ന് പറഞ്ഞാൽ കാർബൺ 1s2 2s2 2p2. അടുത്തത് നൈട്രജൻ 1s2 2s2 2p3. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നോക്കൂ 1s2 2s1 എല്ലാത്തിലും കോമൺ ആയിട്ട് ഇതാ 1s2 കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത 1s2 ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു പീരിയഡിൽ എല്ലാ എലിമെൻസിനും ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 1s2 ഫിൽഡ് ആണ്. ഈ 1s2 ആണ് ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എത്രയാ 1s2. അപ്പം നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ ഹീലിയം. ഇത് എഴുതിയാൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം ഇസ് 1s2. എന്നിട്ട് നമുക്കിങ്ങനെ എഴുതാം 2s1. ഹീലിയത്തിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2. ബാക്കിയുള്ളത് നമ്മൾ എഴുതിയാൽ മതി 2s2. കണ്ടോ ഇതിനും നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ വലിയ ടാസ്ക് ആയിട്ടുള്ള ഇങ്ങനെ എഴുതി പോകേണ്ട ആവശ്യമില്ല 1s2 2s2 അങ്ങനെ എഴുതണ്ട. അപ്പം തൊട്ടടുത്തിട്ടുള്ള അതായത് നമ്മളെ നോബിൾ ഗ്യാസ് അതായത് കംപ്ലീറ്റ്ലി ഔട്ടർ മോസ്റ്റ് ഫില്ലൊക്കെ ആയിട്ടുള്ള നമ്മുടെ നോബിൾ ഗ്യാസ് ഉണ്ടല്ലോ അവരെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പീരിയഡിലെ ആൾക്കാരെയും സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ നമുക്ക് പറ്റുക. കാരണം ഹൈഡ്രജൻ ഹീലിയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എന്ത് വരുന്നത് പീരിയഡ് വരുന്നത്. ഈ പീരിയഡിലെ എല്ലാവർക്കും ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുള്ള കോൺഫിഗറേഷനാണ് ഇവിടെ എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഇവിടെയും 1s2 ഉണ്ട്, പിന്നെയാണ് 2s ഫില്ല് ചെയ്യുന്നത് 2pയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഷെല്ല് നമുക്ക് എങ്ങനെ എഴുതാം ഹീലിയം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ 1s2 ദെൻ കം 2s2 1s2. അപ്പോൾ നമ്മൾ എല്ലായിടത്തും 1s2 എന്ന് എഴുതണ്ട. ഇതിപ്പോൾ ഇവിടെ ഇനി വലിയ എലിമെൻറ്റ് ഇപ്പം ഞാൻ അടുത്തത് പറയാം. ഇപ്പം അതാ ഈ പീരിയോഡിക് കൺഫ്യൂഷൻ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നോക്കുക ഹൈഡ്രജൻ ഹീലിയം കഴിഞ്ഞു, ലിത്തിയം ബേറിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 കണ്ടോ 1s2 2s2 2p6. ഇനി നമ്മുടെ സോഡിയം എന്ന് പറഞ്ഞാൽ 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക 1s2 2s2 2p6 3s1.
2 4 5 5 plus 6 11. അടുത്തത് മെഗ്നീഷ്യം 12 ആണ്. അപ്പോൾ എങ്ങനെ എഴുതണം? 1s2 2s2 2p6 3s2. അടുത്തത് സിലിക്കൺ 1s2 2s2 2p6 3s2 3p1. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഈ ഷെല്ലിൻ്റെ കൂടെയാണ് 3s1 3s2 3s2 3p6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിയോണിൻ്റെ കോൺഫിഗറേഷൻ ആണ് ഇത് 1s2 2s2 2p6. അപ്പം നമുക്ക് ഇതിനൊക്കെ പകരം നമുക്ക് എന്ത് എഴുതിക്കൂടെ? ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് എന്തെഴുതാം? നിയോൺ. എന്നിട്ട് 3s1 എഴുതിയാൽ നമുക്ക് എന്ത് അണ്ടർസ്റ്റുഡ് ആണ്? 3s1 വരെയുള്ള കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം. 1s2 2s2 2p6 നിയോണിൻ്റെ കയ്യിലുണ്ട്. വീണ്ടും ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1s2 2s2 2p6 3s2. അപ്പോൾ ഈ ഒരു പീരിയഡിൽ വരുന്ന എല്ലാവർക്കും എങ്ങനെ എഴുതാം നമുക്ക്? നിയോൺ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ആളേതാണ്? ആർഗൺ ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ ലിത്തിയം, ബേറിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഈ ആർഗൺ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ പീരിയഡിൽ. ഇനി ആർഗൺ എന്ന് പറഞ്ഞത് 18 ആണ് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ. നമുക്ക് ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 18 ആകുമ്പോൾ 1s2 2s2 2p6 3s2 2 4 6 2 7 3p6 ആണ് ആർഗൺ. 3p6 ആണ്. ഇനി ആർഗൺ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പീരിയഡ് തന്നെ പൊട്ടാസ്യം, കാൽഷ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം എഴുതണമെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതണം? 1s2 2s2 2p6 3s2 3p6 4s1. കണ്ടോ? അടുത്തത് പൊട്ടാസ്യം കഴിഞ്ഞാൽ കാൽഷ്യം ഇസ് 20. അപ്പോൾ ഞാൻ വീണ്ടും എഴുതണം 1s2 2s2 2p6 3s2 3p6 4s2. അപ്പോൾ ഇവിടെ വീണ്ടും കണ്ടോ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇത് ആരെ കോൺഫിഗറേഷൻ ആണ്? അവരെ എൻഡ് ചെയ്തിരിക്കുന്ന ആർഗൺ എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിന് പകരം ഈ കോൺഫിഗറേഷൻ ആർഗണിൻ്റെ ആയതുകൊണ്ട് ആർഗൺ 4s1. അപ്പോൾ എനിക്ക് അണ്ടർസ്റ്റുഡ് ആണ്. 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കൊടുത്തത്. ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാം? ആർഗൺ 4s2. ഇനി എനിക്കിപ്പോൾ കാൽഷ്യം കഴിഞ്ഞു വെനേഡിയം ടൈറ്റാനിയം എഴുതാൻ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഒറ്റയടിക്ക് എഴുതാം. എങ്ങനെ? ആർഗൺ 4s2 കഴിഞ്ഞാൽ അടുത്തത് എനിക്കറിയാം 4s2 കഴിഞ്ഞ് എന്താണ്? 3s 3p നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1s 2s 3s 3p 4s then comes 3d1. കണ്ടോ? പിന്നെന്താ? വെനേഡിയം 3d2 ആണ്. അതിൻ്റെ മുന്നേ സ്കാൻഡിയം ഉണ്ട്. സ്കാൻഡിയം ആണ് ആർഗൺ 4s2 3d1. കണ്ടോ? ഇപ്പം എനിക്ക് ഇങ്ങനെ 1s2 2s2 അങ്ങനെ ഒരു ടാസ്ക് ആയിട്ടില്ല. എനിക്ക് ഓൾറെഡി അറിയാം ആർഗണിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ്. പിന്നെ അതിനോട് ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പൊട്ടാസ്യം കഴിഞ്ഞു ആർഗൺ 4s1, കാൽഷ്യം 4s2. 4s കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? 3d വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ? 4s2 3d1 4s2 3d2. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ കണ്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ ഇങ്ങനെ തന്നു. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയാണ് ഫൈൻഡ് ഔട്ട് ദ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഫ്രം ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്ന് ചിന്തിക്കരുത്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ ആർഗൺ ഇവിടെ തന്നിട്ടുണ്ട്, 4s1 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ 4s1 ഉണ്ടെങ്കിൽ ഇവിടെ 1s2 ഉണ്ടാവും, 2s2 ഉണ്ടാവും, 2p6 ഉണ്ടാവും, 3s2 ഉണ്ടാവും, 3p6 ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടല്ലേ 4s1 വരുള്ളൂ. ഇനി അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പാടുണ്ടോ? 2 + 2 4 4 + 2 6 6 3s are 18 18 + 1 19. So the atomic number of potassium is 19. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയണത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്.
അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ വെർ ഇലക്ട്രോൺസ് ആർ ഫൗണ്ട് ഇൻ ദ ഷെൽ അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. അങ്ങനെ സബ്ഷെൽസ് SPDF ഉണ്ട് നമുക്കറിയാം. പിന്നെ അതാ നിങ്ങൾക്കൊരു കോളം കാണാം, ഷെൽ നമ്പർ 1 2 3 4, ഷെൽ നെയിം KLMN. സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 8 18 32 ആണ്. പിന്നെ സബ് ഷെൽസ് ഏതൊക്കെ? SP SPD SPDF. 2 ആണ് എസ്സിൽ, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 14 ആണ്. പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതെങ്ങനെയാണ് എഴുതുന്ന പറഞ്ഞേ? ഇലക്ട്രോൺസിന് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ് എഴുതുക. അതായത് 1s 2s 2p 3s 3p, then comes 4s 3d 4p 5s 4d 5p 6s 4f. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഞാൻ അതിനുള്ള ടെക്നിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതെങ്ങനെ എഴുതും എന്നുള്ളതും പറഞ്ഞു. ഒരു എക്സാമ്പിൾ, ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ ലിത്തിയം കാണിച്ചിട്ടുണ്ട്, സ്കാൻഡിയം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിരുന്നു പറഞ്ഞ് റൈറ്റിംഗ് ദ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? ഇപ്പോൾ writing the reduced form, to write the subshell electronic configuration of elements with higher atomic number, the symbol of the noble gas preceding the elements may be shown within the square bracket followed by electronic configuration of the remaining subshell. വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് വലിയ വലിയ അറ്റോമിക് നമ്പർ ഉള്ളതിൻ്റെ എഴുതുമ്പം നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, അതായത് നോബിൾ ഗ്യാസിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയിട്ട് എഴുതും. ദാറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ can be written by using the symbol of the most prefix noble gas. അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസിനെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് കാണിക്കുക. അതാ ഇവിടെ കാണിക്കുന്നു, അത് കണ്ടോ? ഇവിടെ കുറേ എലിമെൻസിൻ്റെ ഞാൻ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. തൊട്ട് മുകളിൽ പീരിയോഡിക് ടേബിൾ ഉണ്ട്, അതും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഹൈഡ്രജൻ അതാ, ഹീലിയം അതാ, ലിത്തിയം, ബേളിയം, ബോറോൺ. അത് കഴിഞ്ഞിട്ട് വരുന്ന അതിൻ്റെ ഏതാണ് നിയോണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൻ്റെയൊക്കെ എലിമെൻസിന് നിയോൺ കൂട്ടിയിട്ടൊക്കെ എഴുതും. ഫസ്റ്റത്തെ ഹീലിയം കൂട്ടിയിട്ട് എഴുതും. അതൊക്കെ ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിൾ അങ്ങ് എടുക്കുക. ഒരു നിങ്ങളുടെ മൊബൈലിലോ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് അതിൽ ആറ്റോമിക് നമ്പറുള്ള പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ ഇത് എഴുതും എന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ലോണം മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഇത് പ്രാക്ടീസ് തന്നെ വേണം. അല്ലാതെ പെട്ടെന്ന് കയറിയിട്ട് തിയറി പഠിക്കണ പോലെ അല്ല, എഴുതി തന്നെ പഠിക്കണം ഇത്, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ അല്ല, കുറച്ച് എക്സെപ്ഷൻസ് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടേ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുള്ളൂ. കാരണം ഇതിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് അടുത്ത ക്ലാസ്സിലേക്ക് ഇത് മനസ്സിലാവണം, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ ഓൾ ദ 3 സെക്ഷൻസ്. നമ്മളെടുത്ത 3 സെക്ഷൻസും നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിൽ മനസ്സിലാവുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. എന്നാൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.